എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. കേരള PSCൻ്റെ KGT ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകൾ, അതായത് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ്, ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് മെയിൻ എക്സാമിൻ്റെ സിലബസിൽ ഇംഗ്ലീഷിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് ക്യാപിറ്റലൈസേഷൻ റൂൾസാണ്. അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു സെക്ഷനാണ് പങ്ക്ച്വേഷൻ. ചിലപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ പങ്ക്ച്വേഷൻ മാർക്സ് ഇതിൻ്റെ റൂൾസ് പഠിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാവർക്കും എല്ലാ റൂൾസും അറിയണമെന്നൊന്നുമില്ല. ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയുന്ന റൂൾസ് തന്നെയാണ് പറയുന്നത് എങ്കിലും ചിലത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ആ ആൻസർ ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ എല്ലാ റൂൾസും പഠിച്ചിരുന്നു കഴിഞ്ഞാൽ പങ്ക്ച്വേഷൻ മാർക്ക് വരുമ്പോൾ അങ്ങനെയുള്ള കറക്റ്റ് പങ്ക്ച്വേഷനുള്ള സെൻറ്റൻസ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ റോങ് ആയിട്ട് പങ്ക്ച്വേറ്റ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസ് ഏതാണ് തുടങ്ങിയ ക്വസ്റ്റ്യന് നമുക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. 1 മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഈ ക്യാപിറ്റലൈസേഷൻ ആൻഡ് പങ്ക്ച്വേഷൻ മാർക്ക്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിലുള്ള പങ്ക്ച്വേഷൻസ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇംഗ്ലീഷ് ഗ്രാമറിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. മറ്റുള്ള എക്സാമുകളിൽ ചോദിച്ച് കാണാറില്ലെങ്കിലും ഈ ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ്, ടൈപ്പിസ്റ്റ് തുടങ്ങിയ എക്സാമുകളിൽ കോമൺ ആയിട്ട് കാണുന്ന ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ഇത്. ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ റൂൾസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഈ ഇംഗ്ലീഷിലുള്ള പങ്ക്ച്വേഷൻ മാർക്സ് ആണ്. ആദ്യം തന്നെ നമുക്ക് ആ പേരുകളൊന്ന് പഠിക്കാം. പീരിയഡ്സ്, കോമാസ്, സെമി കോളൻസ്, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ പോയിൻറ്റ്സ്, കൊട്ടേഷൻ മാർക്സ്, പാരന്തസിസ് ആൻഡ് ബ്രാക്കറ്റ്സ്, അപ്പോസ്ട്രോഫീസ്, ഹൈഫൺസ്, ഡാഷസ്, എലിപ്സസ്, സ്ലാഷസ്. ഇത്രയും പങ്ക്ച്വേഷൻസ് ആണ് ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓരോന്നും എവിടേക്കാണ് ഉപയോഗിക്കുന്നത്, എവിടേക്കാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് തുടങ്ങിയ റൂൾസാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതും കൂടി ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തേതാണ് ദ പീരിയഡ് ഓർ ഫുൾ സ്റ്റോപ്പ് ഓർ പോയിൻ്റ്. അപ്പോൾ പീരിയഡ് അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ പോയിൻ്റ്, ഇങ്ങനെയാണ് 3 തരത്തിലാണ് പറയുന്നത്. The period, known as full stop in British English, is probably the simplest punctuation mark almost all. It functions to stop the sentence with meaning. It is to put at the end of a sentence for a logical and complete thought that looks like appropriate. അതായത് നമ്മൾ ഫുൾ സ്റ്റോപ്പ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് ഒരു സെൻറ്റൻസിൻ്റെ അവസാനത്തിലാണ്. അതായത് ആ ഒരു സെൻറ്റൻസ് മീനിങ് ഫുൾ ആക്കുന്നത് ഫുൾ സ്റ്റോപ്പാണ്. ഓക്കെ, അതാണ് ഈ ഫുൾ സ്റ്റോപ്പിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഫുൾ സ്റ്റോപ്പ് സിറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് എ സെൻറ്റൻസ് വെൻ ഇറ്റ് ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ ബട്ട് ആൻ എക്സ്പ്ലനേഷൻ ഓർ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അല്ലാത്ത മറ്റൊരു സെൻറ്റൻസിൻ്റെ എൻഡ്, അതായത് അത് ഒരു എക്സ്പ്ലനേഷൻ ആവാം, സ്റ്റേറ്റ്മെൻ്റ് ആവാം, അങ്ങനെയുള്ള എന്തെങ്കിലും ആവാം. അപ്പോൾ അത് ആ ഒരു സെൻറ്റൻസിൻ്റെ എൻഡ് ഭാഗത്താണ് ഫുൾ സ്റ്റോപ്പ് വരുന്നത്. എക്സാമ്പിൾ നോക്കാം. റോം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇറ്റലി. I was born in Australia and now live in Indonesia. The Dalai Lama is the spiritual leader of the Tibetan people. അതായത് ഒരു ക്വസ്റ്റ്യൻ അല്ലാത്ത ഒരു എക്സ്പ്ലനേഷനോ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെയോ എൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റൻസ് മീനിങ് ഫുള്ളായി. ഓക്കെ, അടുത്തൊരു ഉപയോഗമാണ് ഇൻഡിക്കേഷൻ ടു അബ്രീവിയേഷൻസ്. അബ്രീവിയേഷൻ്റെ ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കും. മെനി അബ്രീവിയേഷൻസ് റിക്വയർ എ പീരിയഡ് ഓർ ഫുൾ സ്റ്റോപ്പ്. കുറേ അബ്രീവിയേഷൻസിന് ഒരു പീരിയഡ് അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ആവശ്യമാണ്. ഡോക്ടർ, മിസ്റ്റർ, മിസ്സസ് ആൻഡ് മിസ് ഡു നോട്ട് ടേക്ക് എ പീരിയഡ് ഇൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, ബട്ട് മോസ്റ്റ് ഓഫ് ദ അബ്രീവിയേഷൻസ് ആർ ഫോംഡ് വിത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് സച്ച് ആസ് MA, CIA, BBA and some are formed as first letter of capitalization like PhD, BSc, etc. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ അബ്രീവിയേഷൻസിൻ്റെ കൂടെ ആ ഒരു അബ്രീവിയേഷൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ആവശ്യമാണെന്നാണ് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾസ് നോക്കാം. I will arrive between 6 AM to 7 AM.
വി ആർ കമ്മിങ് ഓൺ ഫ്രൈഡേ January 4. അതായത് ഇവിടെ ഫ്രൈഡേ എന്നുള്ളത് എന്താക്കി എഴുതിയിട്ടുണ്ട്, ഷോർട്ടാക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ FRI കഴിഞ്ഞതിന് ശേഷം ഒരു പീരിയഡ് സൈനും ജാനുവരി എന്നുള്ളതിന് JN എന്ന് എഴുതിയിട്ട് ഒരു പീരിയഡ് സിമ്പിൾ അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അബ്രീവിയേഷന് ഫുൾ സ്റ്റോപ്പാണ് ഇടുന്നത്. AM PM തുടങ്ങിയത് അബ്രീവിയേഷനാണ്. അബ്രീവിയേഷൻ്റെ കൂടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ പീരിയഡ് ഉപയോഗിക്കും. അടുത്തത് നോക്കുക, പീരിയഡ് ആഫ്റ്റർ എ സിംഗിൾ വേർഡ്. ഒരു സിംഗിൾ വേർഡ് കഴിഞ്ഞതിന് ശേഷം പീരിയഡ് ഉപയോഗിക്കും. അതായത് സംടൈംസ് എ സിംഗിൾ വേർഡ് ക്യാൻ ഫോം എ സെൻറ്റൻസ്. അതായത് ചില സമയങ്ങളിൽ ഒറ്റ ഒരു വേർഡ് കൊണ്ട് നമുക്കൊരു സെൻറ്റൻസ് ഫോം ചെയ്യാം. ഇൻ ദിസ് കേസ് ഇഫ് യു പ്ലേസ് എ ഫുൾ സ്റ്റോപ്പ് ആഫ്റ്റർ ദ വേർഡ് ഇറ്റ് മേ കൺവേ എ കംപ്ലീറ്റ് മീനിങ് ആസ് എ കംപ്ലീറ്റ് സെൻറ്റൻസ്. അതായത് ചില സമയങ്ങളിൽ ഒറ്റ ഒരു സെൻറ്റൻസ് കൊണ്ട് ഒറ്റ ഒരു വേർഡ് കൊണ്ട് ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ ഒരു വേർഡ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വേർഡിന് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസിൻ്റെ മീനിങ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ദ പെർട്ടിക്കുലർ സിംഗിൾ വേർഡ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് എ കംപ്ലീറ്റ് മീനിങ് ലൈക്ക് ഗ്രീറ്റിംഗ് ഓർ കമാൻഡ്. അതായത് ആ ഒരു സിംഗിൾ വേർഡ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സെൻറ്റൻസിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും ഗ്രീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമാൻഡ് ചെയ്യാനുണ്ടെങ്കിലൊക്കെയാണ് ഒറ്റ വേർഡിലുള്ള സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ആ വേർഡ് കഴിഞ്ഞതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാം. ഇവിടെ നോക്കുക, ഗുഡ് ബൈ, സ്റ്റോപ്പ്, ഡോണ്ട്, ഇതിലൊക്കെ ഫുൾ സ്റ്റോപ്പാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പീരിയഡ്സ് ഇൻ നമ്പേഴ്സ്. അടുത്ത റൂളാണ് പീരിയഡ്സ് ഇൻ നമ്പേഴ്സ്. ഇൻ ഇംഗ്ലീഷ് നമ്പേഴ്സ് periods are used to separate the whole number to decimal. A period used in a number is also called a decimal point and it is known as point until it refers to money. ഓക്കെ, അതായത് നമ്മൾ നമ്പേഴ്സിൽ പീരിയഡ് സൈൻ അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാറുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഡെസിമൽ നമ്പറും ഹോൾ നമ്പറും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നമ്പറിൽ ഉപയോഗിക്കുന്ന ഈ ഫുൾ സ്റ്റോപ്പിന് ഡെസിമൽ പോയിൻ്റ് എന്ന് പറയും. അതിനെ നമ്മൾ പോയിൻ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ നോക്കാം. $10 and 43 cents എന്നുള്ളത് ഇവിടെ ഡോളർ, അതായത് 10 കഴിഞ്ഞതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷമാണ് 43 എഴുതിയിട്ടുള്ളത്. 43 cents. 14.17 സാധാരണ നമ്മുടെ ഡെസിമൽ നമ്പേഴ്സായിട്ട് ഉപയോഗിക്കുമ്പോൾ 14.17 എന്നുള്ളതാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പീരിയഡ് സൈൻ അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്ത മാർക്കാണ് ക്വസ്റ്റ്യൻ മാർക്ക്. യൂസിങ് ക്വസ്റ്റ്യൻ മാർക്ക് വൈൽ റൈറ്റിംഗ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആസ് ഫോളോസ്. അതായത് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കാം. ഹൗ ആർ യു? വേർ ക്യാൻ ഐ ബാർഗെയിൻ ഫോർ എ ഗുഡ് ലാപ്ടോപ്പ്? വാട്ട് ഡിഡ് യു തിങ്ക് ഓഫ് ദിസ് മൂവി? ഡു നോട്ട് യൂസ് ക്വസ്റ്റ്യൻ മാർക്സ് വൈൽ റൈറ്റിംഗ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആസ് ഫോളോസ്. അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം. അതായത് ക്വസ്റ്റ്യനായിട്ട് വരുന്നതിൽ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കാൻ പാടില്ല. എക്സാമ്പിൾ നോക്കുക. ദ കോച്ച് ആസ്ക്ഡ് ദ ക്വാർട്ടർ ബാക്ക് ടു സിറ്റ് ഓൺ ദ ബെഞ്ച്. അത് കറക്റ്റാണ്. ദ കോച്ച് ആസ്ക്ഡ് ദ ക്വാർട്ടർ ബാക്ക് ടു സിറ്റ് ഓൺ ദ ബെഞ്ച്. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് സെൻറ്റൻസ് ഇൻഡയറക്റ്റാണ്. അതായത് ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ച് പോലെ വരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ പാടില്ല. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കുക. ഐ ആസ്ക്ഡ് മൈ ബ്രദർ ഇഫ് ഐ കുഡ് ബോറോ $50. അത് കറക്റ്റാണ്. അതേസമയം നോക്കുക, ഐ ആസ്ക്ഡ് മൈ ബ്രദർ ഇഫ് ഐ കുഡ് ബോറോ $50 എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യന് മാത്രം ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കാൻ പറ്റും. യൂസ് ക്വസ്റ്റ്യൻ മാർക്സ് വൈൽ റൈറ്റിംഗ് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ഈവൻ ദോ നോ ആൻസർ ആർ എക്സ്പെക്റ്റഡ്. റെട്ടോറിക്കൽ ക്വസ്റ്റ്യന് നമ്മൾ എന്ത് ചെയ്യും? അതായത് ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മളോട് തന്നെ സ്വന്തം ചോദിക്കാറില്ലേ, അത് ശരിയാണോ, ഇത് ശരിയാണോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ അവിടെ ഒരു ക്വസ്റ്റ്യൻ പോലെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കാം. അവിടെ ആൻസർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും നമുക്കവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കണം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അല്ലേ എന്നൊക്കെ ചോദിക്കില്ല. അപ്പോൾ അതിനെയാണ് ഈ റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കാം. ഹൗ വിൽ ദ
വേൾഡ് സീരീസ് ടേൺ ഔട്ട് ആഫ്റ്റർ ഓൾ ഈസ് സെഡ് ആൻഡ് ഡൺ എന്ന് പറഞ്ഞിട്ട് അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ഈ സെൻറ്റൻസ് കുറച്ച് ടഫാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളോട് തന്നെ ചോദിക്കുന്നത് ആത്മകഥം തുടങ്ങിയ കാര്യങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കാം. ഹൂ ഈസ് റിയലി ടു ബ്ലെയിം ഫോർ ദ വേൾഡ്സ് പ്രോബ്ലംസ്? ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി വൈൽ റൈറ്റിംഗ് എ ക്വസ്റ്റ്യൻ that concludes with an abbreviation, ends with a period as an usual, and then add question mark. Do not put a space between period and question mark. അതായത് ഒരു ക്വസ്റ്റ്യൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഒരു അബ്രീവിയേഷനിലാണെങ്കിൽ അവിടെ പീരിയഡ് സിമ്പിൾ സാധാരണ ആ ഒരു അബ്രീവിയേഷന് കൊടുക്കണം. അതിനുശേഷം ക്വസ്റ്റ്യൻ മാർക്കും ആഡ് ചെയ്യണം. ഈ പീരിയഡ് സിമ്പിൾ അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോൾ ഗ്യാപ്പ് പാടില്ല, സ്പേസ് പാടില്ല. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ചിലപ്പം ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും, നമുക്കത് ശ്രദ്ധയിൽ പോലും പെടില്ല. ഓക്കെ, വൈൽ റൈറ്റിംഗ് എ ക്വസ്റ്റ്യൻ ദാറ്റ് കൺക്ലൂഡ്സ് വിത്ത് ആൻ അബ്രീവിയേഷൻ, ends with a period as an usual, and then add question mark. Do not put a space between the period and the question mark. ഇവിടെ എക്സാമ്പിൾ നോക്കുക. weren't we supposed to head over to വാഷിങ്ടൺ DC എന്ന് പറഞ്ഞിട്ട് അവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്. അവിടെ DC കഴിഞ്ഞതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് വേണം. അവിടെ ഗ്യാപ്പ് ഇല്ല, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുകയാണ്. അടുത്തത് എക്സ്ക്ലമേഷൻ മാർക്കാണ്. യൂസിങ് എക്സ്ക്ലമേഷൻ മാർക്ക് ടു ദ എൻഡ്സ് ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് സ്ട്രോങ് ഫീലിങ്സ്. അതായത് എൻഡിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ട്രോങ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ്: വാവ്, സക്കീബ് ഈസ് സ്പ്ലെൻഡിഡ്. ഡു നോട്ട് don't you dare to stay that. Damn, what a mess. We won. We lost. എന്ന് പറയുമ്പോൾ അവിടെ ലാസ്റ്റ് ഭാഗത്താണ് എക്സ്ക്ലമേഷൻ, എൻഡിലാണ് എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് കോമയാണ്. കോമ എന്ന് പറയുമ്പോൾ അതെവിടേക്കാണ് ഉപയോഗിക്കുന്നതെന്നാണ് നോക്കുന്നത്. ദ കോമ ഈസ് യൂസ്ഡ് ടു ഷോ എ സെപ്പറേഷൻ ഓഫ് ഐഡിയാസ് ഓർ എലമെൻറ്റ്സ് വിത്തിൻ ദ സ്ട്രക്ചർ ഓഫ് എ സെൻറ്റൻസ്. അതായത് ആ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ തന്നെ ഐഡിയാസിൻ്റെ അല്ലെങ്കിൽ എലമെൻസിൻ്റെ സെപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് കോമ ഉപയോഗിക്കും. അഡീഷണലി ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ നമ്പേഴ്സ്, ഡേറ്റ്സ് ആൻഡ് ലെറ്റേഴ്സ് വിത്ത് റൈറ്റിംഗ് ആഫ്റ്റർ ദ സല്യൂട്ടേഷൻ ആൻഡ് ക്ലോസിങ്. അപ്പോൾ ഇത് ഈ ഒരു സെപ്പറേഷൻ ഓഫ് ഐഡിയാസ്, എലമെൻറ്റ്സ് അല്ലാതെ ഉപയോഗിക്കുന്നത് നമ്പേഴ്സ്, ഡേറ്റ്സ്, ലെറ്റർ റൈറ്റിംഗ് ആഫ്റ്റർ സല്യൂട്ടേഷൻ, ക്ലോസിങ് ഇതിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഡയറക്റ്റ് അഡ്രസ്, അതായത് താങ്ക്സ് ഫോർ ഓൾ യുവർ ഹെൽപ്പ് ജോൺ. സെപ്പറേഷൻ ഓഫ് ടു കംപ്ലീറ്റ് സെൻറ്റൻസ്, അതായത് രണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ട്. വി വെൻറ്റ് ടു ദ മൂവീസ്, അതിനുശേഷം ആൻഡ് വെച്ച് കണക്ട് ചെയ്ത് അടുത്ത ഒരു സെൻറ്റൻസ്, കംപ്ലീറ്റ് സെൻറ്റൻസുകളാണ്. ആൻഡ് ദെൻ വി വെൻറ്റ് ഔട്ട് ടു ലഞ്ച്. സെപ്പറേഷൻ ഓഫ് ടു കംപ്ലീറ്റ് സെൻറ്റൻസിൻ്റെ ഇടയിൽ കോമ ഉപയോഗിക്കും. സെപ്പറേറ്റിംഗ് ലിസ്റ്റ് ഓർ എലമെൻറ്റ്സ് വിത്ത് സെൻറ്റൻസ്. സൂസി വാണ്ടഡ് ബ്ലാക്ക്, ഗ്രീൻ ആൻഡ് ബ്ലൂ ഡ്രസ്സസ്. അതായത് ലിസ്റ്റ് അല്ലെങ്കിൽ എലമെൻറ്റ്സിൻ്റെ ആ ഒരു സീരീസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. വെദർ ടു ആഡ് എ ഫൈനൽ കോമ ബിഫോർ ദ കൺജങ്ഷൻ ഇൻ എ ലിസ്റ്റ് ഓഫ് മാറ്റർ ഓഫ് ഡിബേറ്റ്. ദിസ് ഫൈനൽ കോമ ഈസ് നോൺ ആസ് ഓക്സ്ഫോർഡ് ഓർ സീരിയൽ കോമ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കോംപ്ലക്സ് സീരീസ് ഓഫ് എലമെൻറ്റ്സ് ഓർ phrases but is often considered unnecessary in a simple series such as in the example above. It is usually comes down to a style of choice by the writer. അപ്പോൾ ഈ കോമാസ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഒന്നുകൂടി പറയാണ്. നമുക്ക് ഐഡിയാസ്, എലമെൻറ്റ്സ്, ആ ഒരു സ്ട്രക്ചറിൻ്റെ, ആ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൻ്റെ ഇടയിൽ ആ എലമെൻറ്റ്സ്, ഐഡിയാസ് ഇതിൻ്റെയൊക്കെ സെപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്പേഴ്സ്, ഡേറ്റ്സ്, ലെറ്റേഴ്സ്, സല്യൂട്ടേഷൻ, ക്ലോസിങ് ഇതിലൊക്കെ വരും. പിന്നെ ഡയറക്റ്റ് അഡ്രസ്സിൽ വരും. പിന്നെ രണ്ട് കംപ്ലീറ്റ് സെൻറ്റൻസിൻ്റെ ഇടയിൽ സെപ്പറേഷൻ വരും. പിന്നെ സെപ്പറേറ്റിംഗ് ലിസ്റ്റ് ഓർ എലമെൻറ്റ്സ് വിത്തിൻ സെൻറ്റൻസ്, ഒരു ലിസ്റ്റായിട്ട് വരുമ്പോൾ അതിലും വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് കോളൻ ആൻഡ് സെമി കോളൻസ്. അപ്പോൾ വി യൂസ് കോളൻസ് ടു ഇൻട്രൊഡ്യൂസ് ലിസ്റ്റ്സ്. അതായത് ഈ കോളൻ ഉപയോഗിക്കുന്നത് രണ്ട് ഡോട്ടുകളാണ് കോളൻ എന്ന് പറയുന്നത്. സെമി കോളൻ എന്ന് പറഞ്ഞാൽ ഒരു ഡോട്ടും കോമയും താഴേക്ക് വരുന്ന ആ ഒരു സിമ്പിളാണ്. ഓക്കെ, കോളൻ എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കുന്നത് ഒരു ലിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ ഇവിടെ നോക്കാം, ആ കോളൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. There are 3 main reasons for the success of the government. അതിനുശേഷം കോളനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അവിടെ 3 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് വരുന്നത്. എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ. അടുത്ത നോക്കുക, അടുത്തൊരു എക്സാമ്പിൾ. വി ഓൾസോ യൂസ് ഐക്കൺസ് കോളൻസ് ടു ഇൻഡിക്കേറ്റ് എ സബ് ടൈറ്റിൽ ഓർ ടു ഇൻഡിക്കേറ്റ് സബ് ഡിവിഷൻ ഓഫ് എ ടോപ്പിക്. അതായത് ഒരു ടോപ്പിക്കിൻ്റെ സബ് ഡിവിഷൻ അല്ലെങ്കിൽ ഒരു സബ് ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളൻ ഉപയോഗിക്കും. ലൈഫ് ഇൻ പ്രൊവിൻസ്, എ പേഴ്സണൽ വ്യൂ. വി ഓഫൺ യൂസ് കോളൻസ് ടു ഇൻട്രൊഡ്യൂസ് ഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളൻ ഉപയോഗിക്കും. then he said എന്ന് പറഞ്ഞിട്ട് കോളൻ ഉപയോഗിച്ചിട്ട് അവിടെ ഐ റിയലി കനോട്ട് ഹെൽപ്പ് യു ഇൻ എനി വേ. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. പിന്നെ അടുത്ത റൂൾ എന്ന് പറയുന്നത് വി കോമൺലി യൂസ് കോളൻ ബിറ്റ്വീൻ സെൻറ്റൻസസ് വെൻ ദ സെക്കൻഡ് സെൻറ്റൻസ് എക്സ്പ്ലെയിൻസ് ഓർ ജസ്റ്റിഫൈസ് ദ ഫസ്റ്റ് സെൻറ്റൻസ്. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുമ്പോൾ ഈ സെൻറ്റൻസുകളുടെ ഇടയിൽ കോളൻ ഉപയോഗിക്കും. അതായത് സെക്കൻഡ് സെൻറ്റൻസ് ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് വരുമ്പോൾ. ഓക്കെ, ഇവിടെ നോക്കുക, എക്സാമ്പിൾ നോക്കാം. ട്രൈ ടു കീപ്പ് യുവർ ഫ്ലാറ്റ് ക്ലീൻ ആൻഡ് ടൈഡി. അതിനുശേഷം കോളൻ, ഇറ്റ് വിൽ ബി സോൾവ്ഡ് മോർ ഈസിലി. വി യൂസ് സെമി കോളൻസ്. ഇനി അടുത്തായിട്ട് സെമി കോളൻസ് ആണ് പറയുന്നത്. വി യൂസ് സെമി കോളൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഫുൾ സ്റ്റോപ്സ് ടു സെപ്പറേറ്റ് 2 മെയിൻ ക്ലോസസ്. അതായത് ഈ ഫുൾ സ്റ്റോപ്പിന് പകരം 2 മെയിൻ ക്ലോസുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെമി കോളൻ ഉപയോഗിക്കും. ഇൻ സച്ച് കേസസ് ദ ക്ലോസസ് ആർ റിലേറ്റഡ് ഇൻ മീനിങ് ബട്ട് ആർ സെപ്പറേറ്റഡ് ഗ്രാമാറ്റിക്കലി. അതായത് ക്ലോസസ് റിലേറ്റഡ് ആയിരിക്കും, പക്ഷേ ഗ്രാമാറ്റിക്കലി സെപ്പറേറ്റഡ് ആയിരിക്കും. ഇവിടെ നോക്കുക, എക്സാമ്പിൾ. സ്പാനിഷ് ഈസ് സ്പോക്കൺ ത്രൂ സൗത്ത് അമേരിക്ക. അവിടെ സെമിക്കോളൻ ഇട്ടിട്ടുണ്ട്. ഇൻ ബ്രസീൽ ദ മെയിൻ ലാംഗ്വേജ് ഈസ് പോർച്ചുഗീസ്. ഓക്കെ, സെമിക്കോളിൻ്റെ ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. അതായത് ഫുൾ സ്റ്റോപ്പിന് പകരം 2 മെയിൻ ക്ലോസുകൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സെമി കോളൻസ് ആർ നോട്ട് കോമൺലി യൂസ്ഡ് ഇൻ കണ്ടംപററി ഇംഗ്ലീഷ്. ഫുൾ സ്റ്റോപ്സ് ആൻഡ് കോമാസ് ആർ മോർ കോമൺ. അതായത് ഈ സെമി കോളൻ സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. അതിന് പകരം ഫുൾ സ്റ്റോപ്പും കോമാസുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കോളനും സെമി കോളനും കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഒന്നുകൂടി പറയാണ്, ഒരു ലിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് സബ് ടൈറ്റിൽ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് എ ടോപ്പിക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഡയറക്റ്റ് സ്പീച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ 2 സെൻറ്റൻസുകളെ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് സെക്കൻഡ് സെൻറ്റൻസ് ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ കോളൻ ഉപയോഗിക്കും. പിന്നെ അതുപോലെ തന്നെ സെമി കോളൻ ഉപയോഗിക്കുന്നത് 2 മെയിൻ ക്ലോസുകൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് 2 സെൻറ്റൻസുകളും മീനിങ്ങിൽ റിലേറ്റഡ് ആയിരിക്കും, പക്ഷേ ഗ്രാമാറ്റിക്കലി സെപ്പറേറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സെമി കോളൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി കൊട്ടേഷൻ മാർക്ക്. കൊട്ടേഷൻ മാർക്സ് ആർ എ പെയർ ഓഫ് മാർക്സ് വിച്ച് ഈസ് യൂസ്ഡ് പ്രൈമറിലി to mark the beginning and end of a passage attributed to another and repeated word for word. It is also used to indicate meanings and the unusual or dubious status of a word. അതായത് ഈ കൊട്ടേഷൻ മാർക്സ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പാസേജിന് എൻഡിലും അതുപോലെ തന്നെ തുടക്കത്തിലും ആണ് വരുന്നത്. അതായത് മറ്റൊരാൾക്ക് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പാസേജിൻ്റെ എൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ടും പിന്നെ റിപ്പീറ്റഡ് വേർഡ് ഫോർ വേർഡിന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് മറ്റൊരു ഉപയോഗം ഇൻഡിക്കേറ്റ് മീനിങ്സ് ആൻഡ് ദ അൺയൂഷ്വൽ ഓർ ഡ്യൂബിയസ് സ്റ്റാറ്റസ് ഓഫ് എ വേർഡ്. അതായത് ഒരു വേർഡിൻ്റെ മീനിങ് ഇൻഡിക്കേറ്റ് ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഡോണ്ട് ഗോ ഔട്ട്സൈഡ് ഷീ സെഡ്. സിംഗിൾ അതാണ് അവിടെ എക്സാമ്പിളായിട്ട് വരുന്നത്. അതായത് നമ്മൾക്കിപ്പോൾ ഒരു ആൾ പറയുന്ന കാര്യം അവിടെ അതുപോലെ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് അവിടെ കൊട്ടേഷൻ മാർക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി സിംഗിൾ കൊട്ടേഷൻ മാർക്സ് ഉണ്ട്. സിംഗിൾ കൊട്ടേഷൻ മാർക്സ് ആർ യൂസ്ഡ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഫോർ കോട്ട്സ് വിത്തിൻ കോട്ട്സ്. അതായത് കോട്ട്സിൻ്റെ ഉള്ളിൽ കോട്ട്സ് വരികയാണെങ്കിൽ സിംഗിൾ കൊട്ടേഷനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കാം. മാരി ടോൾഡ് ദ ടീച്ചർ ഐ സോ മാർക്ക് അറ്റ് ദ പ്ലേ ഗ്രൗണ്ട് ആൻഡ് ഹീ സെഡ് ടു മീ ബിൽ സ്റ്റാർട്ടഡ് ദ ഫൈറ്റ് ആൻഡ് ഐ ബിലീവ്ഡ് ഹിം. അതായത് ഒരു കൊട്ടേഷൻ്റെ ഉള്ളിൽ മറ്റൊരു കൊട്ടേഷൻ വരുമ്പോൾ സിംഗിൾ കൊട്ടേഷൻ മാർക്കാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് പാരന്തസിസ്, ബ്രേസസ് ആൻഡ് ബ്രാക്കറ്റ്സ്.
പാരന്തസിസ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്, ബ്രേസസ് സെക്കൻഡ്, ബ്രാക്കറ്റ്സ് തേർഡ്. പാരന്തസിസ്, ബ്രേസസ് ആൻഡ് ബ്രാക്കറ്റ്സ് ആർ ദ സിംബൽസ് യൂസ്ഡ് ടു കണ്ടെയ്ൻ വേർഡ്സ് ദാറ്റ് ആർ എ ഫർദർ എക്സ്പ്ലനേഷൻ ഓർ ആർ കൺസിഡേർഡ് ആസ് എ ഗ്രൂപ്പ്. അതായത് ഈ പാരന്തസിസ്, ബ്രേസസ്, ബ്രാക്കറ്റ്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ ഒരു വേർഡിൻ്റെ ഫർദർ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. പാരന്തസിസ് ആർ കർവ്ഡ് നൊട്ടേഷൻസ് യൂസ് ടു കണ്ടെയ്ൻ ഫർദർ തോട്ട്സ് ഓർ ക്വാളിഫൈയിങ് റിമാർക്സ്. അതായത് ഈ പാരന്തസിസിൽ കർവ്ഡ് നൊട്ടേഷൻസ് ആണ്. അതിൽ സാധാരണയായിട്ട് ഫർദർ തോട്ട്സ്, അതായത് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്വാളിഫയിങ് റിമാർക്സിനാണ് വേണ്ടിയിട്ടാണ് വരുന്നത്. ഹൗവർ പാരന്തസിസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ കോമാസ് വിതൗട്ട് ചേഞ്ചിങ് ദ മീനിങ് ഇൻ മോസ്റ്റ് കേസസ്. അപ്പോൾ ഈ പാരന്തസിസ് നമുക്ക് റീപ്ലേസ് ചെയ്ത് കോമാസ് ആക്കിയിട്ട് ആ ഒരു മീനിങ് ചേഞ്ച് ചെയ്യാതെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ. ജോൺ ആൻഡ് ജെയിൻ ഹു ആർ ആക്ച്വലി ഹാഫ് ബ്രദർ ആൻഡ് സിസ്റ്റർ ബോത്ത് ഹാവ് റെഡ് ഹെയർ. ബ്രേസസ്, അതായത് ഇവിടെ പാരന്തസിസ് ഉപയോഗിച്ചിട്ട് പാരന്തസിസിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കോമ. കോമ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പാരന്തസിസ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇനി അടുത്തത് ബ്രേസസ് ആർ യൂസ്ഡ് ടു കണ്ടെയ്ൻ 2 or more lines of text or listed items to show that they are considered as a unit. അതായത് ഒരു 2 or more lines of text അല്ലെങ്കിൽ ലിസ്റ്റഡ് ഐറ്റംസ് ഒരു യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേസസ് ഉപയോഗിക്കുന്നത്. ദേ ആർ നോട്ട് കോമൺ പ്ലേസ് ഇൻ മോസ്റ്റ് റൈറ്റിംഗ് ബട്ട് ക്യാൻ ബി സീൻ ഇൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ടു ഷോ വാട്ട് ഷുഡ് ബി കണ്ടെയ്ൻഡ് വിത്തിൻ ദ സെയിം ലൈൻസ്. അപ്പോൾ ഈ സാധാരണയായിട്ട് നമ്മൾ റൈറ്റിങ്ങിൽ ഉപയോഗിക്കാറില്ല, പക്ഷേ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കാറുണ്ട്. ദേ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഇൻ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസിലാണ് ബ്രേസസ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അടുത്തത് ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റ്സ് ആർ ദ സ്ക്വയർഡ് ഓഫ് നോട്ടേഷൻസ് യൂസ്ഡ് ഫോർ ടെക്നിക്കൽ എക്സ്പ്ലനേഷൻ ഓർ ടു ക്ലാരിഫൈ മീനിങ്. അതായത് ഈ ബ്രാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് നോട്ടേഷൻസ് ആണ്. സ്ക്വയറിലുള്ള ആ ഒരു ബ്രാക്കറ്റാണ് പറയുന്നത്. അത് ടെക്നിക്കൽ എക്സ്പ്ലനേഷൻസിന് അല്ലെങ്കിൽ ഒരു മീനിങ്ങിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ if you remove the information in the bracket the sentence will still make sense. അപ്പോൾ ഈ ഒരു ബ്രാക്കറ്റ്സ് ഇട്ട് നമ്മളൊരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ബ്രാക്കറ്റ്സ് മാറ്റിക്കഴിഞ്ഞാലും അതിൽ ആ ഒരു മീനിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു സെൻസ് അവിടെ തന്നെ ഉണ്ടാവും. അതായത് മാറ്റം വരില്ല, മീനിങ് മാറ്റം വരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. മിസ്റ്റർ ജോൺസ് വാസ് ദ ലാസ്റ്റ് പേഴ്സൺ സീൻ അറ്റ് ദ ഹൗസ്. അടുത്തത് അപ്പോസ്ട്രോഫിയാണ്. അപ്പോസ്ട്രോഫി ഈസ് യൂസ്ഡ് ഫോർ സെവറൽ പർപ്പസ്. അപ്പോൾ ഈ അപ്പോസ്ട്രോഫി ഉപയോഗിക്കുന്നത് കുറേ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ദ മേക്കിംഗ് ഓഫ് ദ ഒമിഷൻ ഓഫ് 1 or more ലെറ്റേഴ്സ്. അതായത് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് നമുക്ക് ഒന്നിലധികം ലെറ്റേഴ്സോ ഒമിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആസ് ഇൻ ദ കോൺട്രാക്ഷൻ ഓഫ് ഡു നോട്ട്. അതായത് ഡു നോട്ട് എന്നുള്ളത് എഴുതുന്നത് നമ്മൾ ഡോണ്ട് എന്നാണ്. അവിടെ ഓയിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ അപ്പോസ്ട്രോഫി ഉപയോഗിച്ചിരിക്കുന്നത്. ദ മേക്കിംഗ് ഓഫ് പൊസസീവ് കേസ് ഓഫ് നോൺസ്. അതായത് പൊസസീവ് കേസിൽ, നൗൺസിൻ്റെ പൊസസീവ് കേസിൽ അപ്പോസ്ട്രോഫി ഉപയോഗിക്കാറുണ്ട്. അതായത് ഇവിടെ നോക്കുക, ഈഗിൾസ് ഫാദർ ഓർ ഇൻ മന്ത്സ് ടൈം. അതായത് ഒരാളുടെ, എൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അപ്പോസ്ട്രോഫി ഉപയോഗിച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. ദ മാർക്കിംഗ് ഓഫ് പ്ലൂറൽസ് ഓഫ് ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ്. ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിൻ്റെ പ്ലൂറലിന് വേണ്ടിയിട്ട് പീസ് ആൻഡ് ക്യൂസ് എന്ന് പറയുമ്പോൾ അവിടെ അപ്പോസ്ട്രോഫി ഉപയോഗിക്കാറുണ്ട്. ഇനി ഡാഷ് ആൻഡ് ഹൈഫൺ. 2 other common punctuation marks are dash and hyphen. These marks are often confusing to each other due to their appearance through they are very different in action. അപ്പോൾ ഈ ഡാഷും ഹൈഫണും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡാഷ് നോക്കാം. എ ഡാഷ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് വേർഡ്സ് ഇൻ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്. ദർ ആർ 2 common types of dashes, n dash and m dash. അപ്പോൾ ഈ ഡാഷ് വേർഡ്സ്, അതായത് സെപ്പറേറ്റ് വേർഡ്സ് ഇൻ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്, യൂസ് ടു സെപ്പറേറ്റ് വേർഡ്സ് ഇൻ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് വേർഡ്സിനെ സ്റ്റേറ്റ്മെൻറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. 2 ടൈപ്പ് ഡാഷാണ് പറയുന്നത്, എൻ ഡാഷും എം ഡാഷും. അപ്പോൾ ഈ എൻ ഡാഷ് എന്താണെന്ന് നോക്കാം. ട്വൈസ് ആസ് ലോങ് ആസ് ഹൈഫൺ.
It is a symbol that is used in writing or printing to indicate a range, connections or differentiation, such as 1880 to 1945 or Princeton New York trains. അതായത് ഈ ഹൈഫണിൻ്റെ അതായത് ഈ ഹൈഫൺ കൊടുക്കുന്നതിൻ്റെ ട്വൈസ് ലോങ് ഉള്ളതാണ് എൻ ഡാഷ്. അതായത് 2 ഹൈഫൺ ഉപയോഗിച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനെ ആണ് ഈ എൻ ഡാഷ് എന്ന് പറയുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു റേഞ്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ, അതായത് ഇത്ര വർഷം തൊട്ട് ഇത്ര വർഷം വരെ, അതിവിടെ 1880 മുതൽ 1945 വരെ. പിന്നെ ഡിഫറൻസിയേഷൻ, കണക്ഷൻസ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻസ് നോക്കാം അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസ്റ്റൺ ന്യൂയോർക്ക് ട്രെയിൻസ്. ഓക്കെ, ഇനി എം ഡാഷ് എന്താണെന്ന് നോക്കാം. ലോങ്ങർ ദാൻ എൻ ഡാഷ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് കോമ, പാരന്തസിസ് ഓർ കോളൻ ടു എൻഹാൻസ് റീഡബിലിറ്റി ഓർ എംഫസൈസ് കൺക്ലൂഷൻ ഓഫ് എ സെൻറ്റൻസ്. അതായത് എം ഡാഷ് എന്ന് പറഞ്ഞാൽ എൻ ഡാഷിനേക്കാളും കുറച്ച് ലോങ്ങർ ആയിരിക്കും. അത് കോമയ്ക്കും പാരന്തസിസ്, കോളൻ എന്നിവയ്ക്ക് പകരം ഉപയോഗിക്കുന്നതാണ്. അതായത് നമുക്ക് ആ ഒരു റീഡബിലിറ്റി, അതായത് പെട്ടെന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എംഫസൈസ് ദ കൺക്ലൂഷൻ ഓഫ് എ സെൻറ്റൻസ്, ഒരു സെൻറ്റൻസിൻ്റെ കൺക്ലൂഷൻ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ നോക്കാം. ഷീ ഗേവ് ഹിം ഹെർ ആൻസർ. നോ. അവിടെ വെദർ യു പുട്ട് സ്പേസസ് അറൗണ്ട് ദ എം ഡാഷ് ഓർ നോട്ട് ഇൻ ചോയ്സ് ഓഫ് സ്റ്റൈൽ, ജസ്റ്റ് ബി കൺസിസ്റ്റൻറ്റ്. ഇനി അടുത്തത് നോക്കാം, ഹൈഫൺ നോക്കാം. എ ഹൈഫൺ ഈസ് യൂസ് ടു ജോയിൻ 2 or more വേർഡ്സ് ടുഗദർ ഇൻ ടു എ കോമ്പൗണ്ട് ടേം ആൻഡ് നെവർ സെപ്പറേറ്റഡ് ബൈ സ്പേസസ്. അപ്പോൾ ഈ ഹൈഫൺ എന്ന് പറയുമ്പോൾ രണ്ടോ രണ്ടിലധികമോ വേർഡ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു കോമ്പൗണ്ട് ടേമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഹൈഫൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഹൈഫൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, എക്സാമ്പിൾ പാർട്ട് ടൈം, ബാക്ക് ടു ബാക്ക്, വെൽ നോൺ. ഇതൊക്കെ ഇതാണ് ഹൈഫണിന് എക്സാമ്പിളാണ്. ഹൈഫൺ എന്ന് പറയുമ്പോൾ 2 or അതിലധികമോ വേർഡ്സ് കമ്പൈൻ ചെയ്യാൻ, ഒരുമിച്ച് ചേർക്കാനും പിന്നെ അത് ഒരു കോമ്പൗണ്ട് ടേമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സ്പേസസ് പാടില്ല. ഇവിടെ എക്സാമ്പിളായിട്ട് പാർട്ട് ടൈം, ബാക്ക് ടു ബാക്ക്, വെൽ നോൺ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എലിപ്സിസ്. ഓഫൺ യു സീ സെൻറ്റൻസ് കൺക്ലൂഡിങ് വിത്ത് 3 dots. അതായത് 3 dots ഉള്ള സെൻറ്റൻസുകൾ കാണാം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഓൺലി 1 part ഓഫ് ദ സെൻറ്റൻസ് ഓർ ടെക്സ്റ്റ് ഹാസ് ബീൻ കോട്ടഡ് ഓർ ദാറ്റ് ഇറ്റ് ഈസ് ബീയിങ് ലെഫ്റ്റ് അപ്പ് ടു റീഡർ ടു കംപ്ലീറ്റ് ദ തോട്ട്. അതായത് എലിപ്സിസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് 3 ഡോട്ട് കാണാം. അതായത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു സെൻറ്റൻസിൻ്റെ ഒറ്റൊരു പാർട്ട് മാത്രമായിരിക്കും. അതായത് ഇപ്പം നമുക്ക് ഓരോ കഥകളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വായനക്കാർക്ക് വിട്ടു തരും. അപ്പോൾ അതിൽ കുറച്ച് ഭാഗം മാത്രം തരും, ബാക്കിയുള്ളത് നമ്മളെ ചിന്തയിലേക്ക് വിട്ടു തരും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എലിപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓഫൺ യു സീ എ സെൻറ്റൻസ് കൺക്ലൂഡിങ് വിത്ത് 3 dots. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഓൺലി 1 part ഓഫ് ദ സെൻറ്റൻസ് ഓർ ടെക്സ്റ്റ് ഹാസ് ബീൻ കോട്ടഡ് ഓർ ദാറ്റ് ഇറ്റ് ഈസ് ബീയിങ് ലെഫ്റ്റ് അപ്പ് ടു ദ റീഡർ ടു കംപ്ലീറ്റ് ദ തോട്ട്. എക്സാമ്പിളായിട്ട് നോക്കാം. ദ ലോർഡ്സ് പ്രയർ ബിഗിൻസ്, അവർ ഫാദർ വിച്ച് ആർട്ട് ഇൻ ഹെവൻ. ഹീ ഈസ് ഓൾവേസ് ലേറ്റ് ബട്ട് യു നോ ഹൗ ഐ ഫീൽ അബൌട്ട് ദാറ്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് റീഡറിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെൻറ്റൻസുകളാണ് കൊടുക്കുന്നത്. അടുത്തത് സ്ലാഷസ് ആണ്. ദ സ്ലാഷ് ഈസ് എ പങ്ക്ച്വേഷൻ മാർക്ക് യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ്. ആൻ എക്സ്പ്ലനേഷൻ ഓഫ് വാട്ട് എ സ്ലാഷ് മീൻസ് ഇൻ എ ടെക്സ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. അതായത് കോണ്ടെക്സ്റ്റിനനുസരിച്ചാണ് സ്ലാഷിന് മീനിങ് വരിക. സ്ലാഷസ് ക്യാൻ മീൻ മെനി ഡിഫറെൻറ്റ് തിങ്സ് ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദേ ആർ യൂസ്ഡ്. അപ്പോൾ ഇത് സ്ലാഷസ് നമ്മൾ പലതരം പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുക. ടു സെപ്പറേറ്റ് ലൈൻസ് ഇൻ പ്രോസ്. എ സ്ലാഷ് ക്യാൻ ഷോ എ ലൈൻ ബ്രേക്ക് ഇൻ പോയം, സോങ് ഓർ പ്ലേ, യൂഷ്വലി ഇഫ് സെവറൽ ഷോർട്ട് ലൈൻസ് ആർ ബീയിങ് റിട്ടൺ ടുഗദർ ഓൺ വൺ ലോങ് ലൈൻ. അതായത് ഒരു കവിതയിലോ അല്ലെങ്കിൽ ഒരു സോങ്ങിലോ പ്ലേയിലോ ആ ഒരു ഷോർട്ട് ലൈൻസ് ഒരുമിച്ച് എഴുതിയിട്ടുണ്ടാവും. അതിന് ആ ഓരോ ലൈനായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് സ്ലാഷ് ഉപയോഗിക്കുന്നത്. മേരി ഹാഡ് എ ലിറ്റിൽ ലാം, ലിറ്റിൽ ലാം, ലിറ്റിൽ ലാം, മേരി ഹാഡ് എ ലിറ്റിൽ ലാം. അപ്പോൾ ഇവിടെ
ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ടു ഇൻഡിക്കേറ്റ് ഓർ എന്നുള്ള അതിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലാഷ് ഉപയോഗിക്കും. ഓഫൺ വെൻ എ സ്ലാഷ് ഈസ് യൂസ്ഡ് ഇൻ എ ഫോർമൽ ഓർ ഇൻഫോർമൽ ടെക്സ്റ്റ് ഇറ്റ് ഈസ് meant to indicate word or. The examples below illustrates this meaning of the forward slash. When leaving the classroom, the teacher noticed that a student had left his or her backpack. Okay, backpack. അവിടെ ഓർ എന്നുള്ള മീനിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലാഷ് ഉപയോഗിക്കും. ഇഫ് ഓർ വെൻ മേരി എവർ ഷോസ് അപ്പ് we can all head out to the party together. To denote dates and fractions. ഫ്രാക്ഷൻസും ഡേറ്റ്സും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി റെക്കഗ്നൈസിങ് യൂസേജ് ഓഫ് ദ ഫോർവേഡ് സ്ലാഷ് ഈസ് ടു ഇൻഡിക്കേറ്റ് ഡേറ്റ്സ് ആൻഡ് ഫ്രാക്ഷൻസ്. ഡേറ്റ് നമ്മൾ എഴുതുമ്പോൾ സ്ലാഷ് ഉപയോഗിക്കാറുണ്ട്, ഫോർവേഡ് സ്ലാഷ് ഉപയോഗിക്കാറുണ്ട്. ഫ്രാക്ഷൻസ് അതായത് 1/2, 2/3 എന്നൊക്കെ പറയുമ്പോൾ അവിടെ സ്ലാഷ് ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ലെസണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് വിത്ത് പ്രോപ്പർ ക്യാപിറ്റലൈസേഷൻ. എ പെർഫെക്റ്റ് സ്പൈ ഈസ് എ ബുക്ക് ബൈ കൂപ്പർ. അതിന് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ ക്യാപിറ്റലൈസേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ആ ഒരു ഇത് ബുക്കിൻ്റെ പേരാണ്. ഓക്കെ, എ പെർഫെക്റ്റ് സ്പൈ ഈസ് എ ബുക്ക് ബൈ കൂപ്പർ. അതായത് പെർഫെക്റ്റ് സ്പൈ എന്ന് പറയുന്നത് ബുക്കിൻ്റെ പേരാണ്. അവിടെ കൂപ്പർ എന്ന് പറയുന്നത് ആ എഴുതിയ ആളാണ്. അപ്പോൾ ഈ ഇവിടെ എ പെർഫെക്റ്റ് സ്പൈ ഈസ് എ ബുക്ക് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ബുക്കിൻ്റെ പേര് എഴുതുമ്പോൾ അതിൽ ആർട്ടിക്കിൾസും പ്രിപ്പോസിഷൻസും ഒഴികെ വെർബ് നൗണുകളൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എ പെർഫെക്റ്റ് സ്പൈ എന്ന് പറയുമ്പോൾ ആ 3 വേർഡ്സും എന്തിൽ എഴുതണം? ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ഓക്കെ, അത് മാത്രമാണ് അവിടെ തെറ്റ് വരുന്നത്. രണ്ടാമത്തേത് എ ഡോൾസ് ഹൗസ് ഈസ് എ ബുക്ക് ബൈ ഹെൻറിക് ഇബ്സൺ. എ ഡോൾസ് ഹൗസ് ഈസ് എ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് തെറ്റ് നോക്കാം. എ ഡോൾസ് ഹൗസ് ഈസ് എ ബുക്ക് ബൈ ഹെൻറിക് ഇബ്സൺ. ഹെൻറിക് ഇബ്സൺ. ഓക്കെ, അത് അവിടെ തെറ്റൊന്നുമില്ല. എ ഡോൾസ് ഹൗസ് ഈസ് എ ബുക്ക് ബൈ ഹെൻറിക് ഇബ്സൺ. ഓക്കെ, അവിടെ ഫുൾ സ്റ്റോപ്പ് വരണം. അത് ഇട്ടിട്ടില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. ദ വേ ഓഫ് ദ വേൾഡ് ഈസ് എ പ്ലേ വില്യം കോൺഗ്രീവ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഒരു പ്ലേ അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ പേര് പറയുമ്പോൾ അവിടെ നമുക്ക് പ്രിപ്പോസിഷൻസും ആർട്ടിക്കിൾസും ക്യാപിറ്റൽ ലെറ്ററിൽ പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ നോക്കാം. ദ വേ ഓഫ് ദ വേൾഡ് ഈസ് എ പ്ലേ വില്യം കോൺഗ്രീവ്. അത് തന്നെയാണ് ഇവിടുത്തെ തെറ്റ്. അവിടെ ദ വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് ആ ഒരു ബുക്കിൻ്റെ പേരാണ്. അപ്പോൾ ഇവിടെ ഓഫും ദായും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതേണ്ട ആവശ്യം ഇല്ല. അടുത്തത് ഹോട്ടൽ കാലിഫോർണിയ ഈസ് എ മ്യൂസിക് ആൽബം ബൈ ഈഗിൾസ്. അപ്പോൾ ഇവിടെ ഹോട്ടൽ കാലിഫോർണിയ എന്ന് പറയുന്നത് ഒരു മ്യൂസിക് ആൽബമാണ്. അപ്പോൾ അവിടെ ഹോട്ടൽ കഴിഞ്ഞ ശേഷം കാലിഫോർണിയ അത് ക്യാപിറ്റൽ ലെറ്ററിൽ വരണം. ഓക്കെ, നാലാമത്തേത് അങ്ങനെയാണ് വരുന്നത്. ഹോട്ടൽ കാലിഫോർണിയ ഈസ് എ മ്യൂസിക് ആൽബം ബൈ ഈഗിൾസ്. ഓക്കെ, ഈഗിൾസ് എന്നാണ് വരുന്നത്. അടുത്തത് ദ ബൈബിൾ ഈസ് ദ ഹോളി ബുക്ക്. ബൈബിൾ എന്ന് പറയുമ്പോൾ അതൊരു ബുക്കിൻ്റെ പേരാണ്, അതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റൽ ലെറ്ററിൽ വരണം. ഓക്കെ, അതാണ് അവിടെ തെറ്റ്. ദ ബൈബിൾ ഈസ് ദ ഹോളി ബുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ബുക്ക് ഓഫ് മോർമൺ എന്ന് പറയുമ്പോൾ അവിടെ മോർമൺ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ ആവണം. ഓക്കെ, ദ ബുക്ക് ഓഫ് മോർമൺ. ഓക്കെ, അടുത്ത ഇത് നോക്കാം. ഗോറീസ് സ്ട്രീറ്റ് വാൻഗോസ് സ്റ്റാരി നൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നൈറ്റ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ ആവണം. ഓക്കെ, അതാണ് അവിടുത്തെ തെറ്റ്. എട്ടാമത്തത് ദ ലാൻഡ് ദാറ്റ് ടൈം ഫോർഗോട്ട്. അത് ഒരു വർക്കിൻ്റെ പേരാണ്. അപ്പോൾ അവിടെ ഫോർഗോട്ട് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ ആവണം. ദ ലാൻഡ് ദാറ്റ് ടൈം ഫോർഗോട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഒരു
ഡിയർ ജോൺ, പങ്ക്ച്വേഷൻ അവിടെ എന്തൊക്കെയാണ് പങ്ക്ച്വേഷൻ വരേണ്ടത് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടില്ല. അവിടെ പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞിട്ട് അത് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നമുക്ക് വിടാം. അടുത്തത് നോക്കാം. അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു പാരഗ്രാഫായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ട്. നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് യുവർ ടീച്ചർ? അവിടെ വരേണ്ട പങ്ക്ച്വേഷൻ എന്താണ്? ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, അവിടെ വരേണ്ടത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് യു സ്റ്റോപ്പ് ഹിയർ? അവിടെയും ക്വസ്റ്റ്യൻ മാർക്കാണ് വരേണ്ടത്. അടുത്തത്, ഹൗ ഡിഡ് യു ഡു ദാറ്റ്? അതും ക്വസ്റ്റ്യൻ മാർക്കാണ് വരേണ്ടത്. അടുത്തത് 4, വാട്ട് ഈസ് ദ കളർ വാട്ട് കളർ ഈസ് ദ ഷർട്ട്? അതും ക്വസ്റ്റ്യൻ മാർക്കാണ് വരേണ്ടത്. ഓക്കെ, അടുത്തത്, ദ ഡോഗ് ഈസ് ബ്രൗൺ റൈറ്റ്. ദ ഡോഗ് ഈസ് ബ്രൗൺ റൈറ്റ്. അതായത് ദ ഡോഗ് ഈസ് ബ്രൗൺ റൈറ്റ് എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വേണം. അടുത്തത്, യു പെയ്ഡ് ദ ബിൽ ഡോണ്ട് യു? അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വരണം. ഓക്കെ, ലാസ്റ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക് വരണം. ലിസ ഈസ് നോട്ട് ഹിയർ. ഈസ് ഷീ? അവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്, എക്സ്ക്ലമേഷൻ മാർക്കല്ല വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ കെയേഴ്സ്? അവിടെയും ക്വസ്റ്റ്യൻ മാർക്കാണ് വരേണ്ടത്. ഇനി അടുത്ത നോക്കാം. ഈസിൻറ്റ് എ ബ്യൂട്ടിഫുൾ ഡേ എന്നുള്ളത് അത് ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. അത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ആർ യു കിഡിങ് മീ? അതും ക്വസ്റ്റ്യൻ മാർക്കാണ് വരേണ്ടത്. ഇനി അടുത്തത്, ഐ ആം ഡ്രൈവിംഗ് ടു ദ സിറ്റി. അവിടെ ക്വസ്റ്റ്യൻ മാർക്കല്ല, ഫുൾ സ്റ്റോപ്പാണ് വരേണ്ടത്. കാരണം സെൻറ്റൻസ് ആണ്. ഓക്കെ, ഐ ആം ഡ്രൈവിംഗ് ടു ദ സിറ്റി. അവിടെ ക്വസ്റ്റ്യൻ മാർക്കല്ല വരേണ്ടത്. ഇനി അടുത്തത്, ദർ ഈസ് എ സ്പൈഡർ ഓൺ മൈ ആം ഹെൽപ്ഡ് ജെർമി. അവിടെ എന്താണ് തെറ്റ്? അപ്പോൾ അവിടെ ദർ ഈസ് എ സ്പൈഡർ ഓൺ മൈ ആം. അവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് വരണം. ഓക്കെ, അടുത്തത്, ദേ സെറ്റിൽഡ് ഔട്ട് ഓഫ് കോർട്ട് ആൻഡ് ജെർമി ഗോട്ട് $1 million ക്യാഷ് എന്ന് പറയുമ്പോൾ അവിടെ എക്സ്ക്ലമേഷൻ മാർക്കാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡെലിം കുഡ് ഹാവ് കോൾഡ് ഡേവിഡ്, ഹീ ലോസ്റ്റ് ഹിസ് ഫോൺ നമ്പർ. അവിടെ ഫുൾ സ്റ്റോപ്പ് വരണം. അവിടെ എന്താണ്? ഡെലിം കുഡ് ഹാവ് കോൾഡ് ഡേവിഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 സെൻറ്റൻസുകളാണ് വരുന്നത്. കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെമി കോളനാണ് ഉപയോഗിക്കുന്നത്. ഡേവിഡ് വാക്ക്ഡ് ടു ദ കോർട്ട് ബട്ട് ഹി വാസ് അണേബിൾ ടു വാക്ക് ഹോം എന്ന് പറയുമ്പോൾ അവിടെ കൺസേർട്ടിന് ശേഷം ഒരു കോമ വരണം. അതാണ് ഇവിടുത്തെ തെറ്റ്. ഡോണ്ട് മിസ് ദ ക്ലാസ്സസ് ഓർ യു കനോട്ട് ഡു വെൽ ഇൻ എക്സാം. അവിടെയും കോമയാണ് വരേണ്ടത്. ഡോണ്ട് മിസ് ക്ലാസ് യു കനോട്ട് ഡു വെൽ ഇൻ എക്സാം. അടുത്തത്, മൈ ഫേവറേറ്റ് പോയിറ്റ്സ് ആർ എന്ന് പറഞ്ഞിട്ട് അവിടെ വാൾട്ട് വിറ്റ്മാൻ, രവീന്ദ്രനാഥ് ആൻഡ് ജീവാനന്ദ. അവിടെ ഇത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നെയിംസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമാസ് വേണം. അടുത്തത്, ഡോണ്ട് മിസ് ക്ലാസ്സസ് ഓർ യു കനോട്ട് ഡു വെൽ ഇൻ, അത് പറഞ്ഞല്ലോ. അടുത്തത്, മൈ ഫേവറേറ്റ് കളേഴ്സ് ആർ റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ. അവിടെ റെഡ് കഴിഞ്ഞതിന് ശേഷം കോമ വേണം. ഓക്കെ, അതാണ് തെറ്റ്. അടുത്തത്, ഹീ സേസ് ദാറ്റ് സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് ഫോക്കസ് ഓൺ ദ ലെക്ചർ. അപ്പോൾ അവിടെ ഹീ സേസ് ദാറ്റ് കഴിഞ്ഞതിന് ശേഷം കോളൻ വേണം. അത് കഴിഞ്ഞ ശേഷം സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് ഫോക്കസ് ഓൺ ദ ലെക്ചർ എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റോപ്പ് ക്യാപിറ്റൽ ലെറ്റർ ആക്കണം, ഇൻവേർട്ടഡ് കോമയിൽ ഇടണം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് വരുന്നത്. അടുത്തത് 5ാമത്തെ സെക്ഷൻ നോക്ക്. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹീ സെഡ് ദാറ്റ് ഹീ ഹോപ്ഡ് ഐ വുഡ് ബി ദർ. അവിടെ എന്താ ആണ് പ്രശ്നം? ഐ ഹോപ്പ് യു വിൽ ബി ദർ ഹിയർ. അത് കൊട്ടേഷൻ മാർക്കിൽ ഇട്ടിട്ട് ഹീ സെഡ് എന്നാക്കി മാറ്റണം. ഓക്കെ, ഹീ സെഡ് ഐ ഡോണ്ട് കെയർ എന്ന് പറയുമ്പോൾ അവിടെ ഐ ഡോണ്ട് കെയർ എന്നുള്ളത് കൊട്ടേഷൻ മാർക്കിലേക്ക് മാറ്റണം. ഓക്കെ, അതാണ് അവിടെ വരുന്നത്. ഹീ സെഡ് കഴിഞ്ഞ ശേഷം ഒരു കോമ ഇടുക. കോമ അവിടെ ഇട്ടിട്ടുണ്ട്. വൈ ഐ ആസ്ക്ഡ് ഡോണ്ട് യു കെയർ.
എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? ഡബിൾ ഇൻവേർട്ടഡ് കോമയാണ് വരുന്നത്. മൂന്നാമത്തെ നോക്കാം, വൈ ഐ ആസ്ക്ഡ്, അതിനുശേഷം ഇൻവേർട്ടഡ് കോമയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, സാം ദ ബോയ് ഫ്രം ദ സ്കൂൾ ഹെൽപ്ഡ് മീ വിത്ത് മൈ ഹോംവർക്ക്. സാം കഴിഞ്ഞതിന് ശേഷം കോമ വേണം. ദ ബോയ് ഫ്രം ദ സ്കൂൾ അത് കഴിഞ്ഞതിന് ശേഷം കോമ വേണം. ഓക്കെ, അതാണ് വരുന്നത്. മൂന്നാമത്തേത് നോക്കാം, സാം അല്ലെങ്കിൽ ഇവിടെ ആ ഒരു ഇതിന് പകരം ബ്രാക്കറ്റ് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞു ബ്രാക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? കോമ ഉപയോഗിക്കാം. സാം ദ ബോയ് ഫ്രം ദ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഹെൽപ്ഡ് വിത്ത് മൈ ഹോംവർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ദ പിഗ് എയ്റ്റ് ദ ഐസ്ക്രീം കോൺ ഹിസ് ഫേവറേറ്റ് ഫ്ലേവർ വാസ് ചോക്ലേറ്റ്. ഇവിടെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. അവിടെ ആ ഒരു ബ്രാക്കറ്റ് ബ്രേസസ് മാറ്റിയിട്ട് ബ്രാക്കറ്റാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ പാക്കേജ് ഇൻക്ലൂഡ്സ് സെവറൽ തിങ്സ് മെയിൻലി CDs, കോമ്പാക്റ്റ് ഡിസ്ക്സ്. അതായത് ഇവിടെ ഈ ഉള്ളിലുള്ള കോമ്പാക്റ്റ് ഡിസ്കും എന്താണ് വരേണ്ടത്? ബ്രാക്കറ്റാണ് വരേണ്ടത്. അതായത് ഈ റൗണ്ട് ബ്രാക്കറ്റാണ് വരേണ്ടത്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, അത് എന്താണ്? സയൻറ്റിഫിക് ടേം ആണ്, അതുകൊണ്ട് തന്നെ സ്ക്വയർ ബ്രാക്കറ്റാണ് വരുന്നത്. അടുത്തത്, സർണ പെൻ ലോസ്റ്റ്. അതെന്താ വരുന്നത് നോക്കാം, സർണാസ് പെൻ ഗോട്ട് ലോസ്റ്റ്. അവിടെ എസ് ഉപയോഗിക്കണം, അപ്പോസ്ട്രോഫി ഉപയോഗിച്ചിട്ട് എസ് വരണം, അതാണ് തെറ്റ് വരുന്നത്. ഐ ആം അറ്റ് ഹോം, ഐ ആമിൻ്റെ അവിടെ ഐൻ്റെ അവിടെ ഇൻവേർട്ടഡ് കോമ വരണം ഐ ആം എന്ന് പറയുമ്പോൾ. ഓക്കെ, ഐ ആം എന്നുള്ളത് അങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, യു മസ്റ്റ് നോട്ട് പ്ലേ ഇൻ ദ ക്ലാസ്. യു മസ്റ്റ് എന്ന് കഴിഞ്ഞ ശേഷം അപ്പോസ്ട്രോഫി ഇട്ട് കഴിഞ്ഞാൽ മസ്റ്റിൻറ്റ് എന്നായിട്ട് മാറും. ഓക്കെ, അതാണ് അവിടുത്തെ തെറ്റ്. ഇനി ബർഗേഴ്സ് ഓർ പിസ്സ ഫോർ ഡിന്നർ. ഏത് ഓർ ഫൈൻ വിത്ത് മീ. അവിടെ ബർഗർ കഴിഞ്ഞ ശേഷം ഓറിന് പകരം സ്ലാഷ് ഇടാം, അതാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓർ ഈസ് ഫൈൻ വിത്ത് മീ. ഓക്കെ, അവിടെ ബർഗേഴ്സ് ഓർ പിസ്സ ഫോർ ഡിന്നർ, അതിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്കാണ്. എയ്തർ ഓർ ഈസ് ഫൈൻ വിത്ത് മീ. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 11ാമത്തെ ഇസിൻറ്റ് ഇറ്റ് എ ഡോഗ് ഫ്രണ്ട്ലി ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഇസിൻറ്റ് ഇറ്റ് എ ഡോഗ് ഫ്രണ്ട്ലി ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഡോഗ് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ കൊടുത്തിട്ടുള്ളത്? അവിടെ ഹൈഫണാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഡോർ മീറ്റിംഗ്, അതും അവിടെ ഹൈഫൺ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഡോർ മീനിങ്. അടുത്തത് 13ാമത്തത്, ഹീ ഈസ് എ ബുക്ക് ലവിങ് സ്റ്റുഡൻറ്റ്. അവിടെ ബുക്ക് ലവിങ്ങിൻ്റെ ഇടയ്ക്കും ഇതുപോലെ ഹൈഫൺ ഉപയോഗിക്കാം, ബുക്ക് ലവിങ്. ഓക്കെ, അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, ദ ന്യൂ നേഴ്സ് ഹൂ വാസ് വിയറിങ് ദ സാമ്പിൾ പർപ്പിൾ സ്കാർഫ് ആസ് ദ ഓൾഡ് നേഴ്സ് എൻറ്റേർഡ് ദ റൂം വിത്ത് എ ട്രേ ഓഫ് ജെല്ലോ. അതെങ്ങനെ ചെയ്തിട്ടുള്ളത് നോക്കാം. അവിടെ ഈ ഒരു ഇതല്ല വരുന്നത്, ഹൈഫൺ അല്ല വരുന്നത്, ഇതാണ് വരുന്നത്, ഡാഷാണ് വരുന്നത്. ഓക്കെ, അതാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ തന്നെ ഈ റൂൾസും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പങ്ക്ച്വേഷൻ എന്നുള്ള ആ ഒരു സെക്ഷനിൽ നിന്നും ഉള്ള മാർക്ക് മുഴുവൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ മറ്റേ വീഡിയോ ക്യാപിറ്റലൈസേഷൻ എന്നുള്ള ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.